പ്ലസ് ടുവിലെത്തിയ ഒരു കുട്ടിയാണോ നിങ്ങള്? പ്ലസ് ടു ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ ഫിസിക്സിന്റെ ബേസിക്സ് ക്ലിയർ ആക്കിയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞു, എക്സാം ഒക്കെ എഴുതിയതാണ്, പാറ്റേൺസും കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. പ്ലസ് വണ്ണിൽ നിങ്ങൾ എന്താ പഠിക്കുന്നത്? മെക്കാനിക്സ് ആണ് പഠിക്കുന്നത് അല്ലേ? അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല നിങ്ങൾക്ക് പ്ലസ് ടുവിലെ ഓരോ ചാപ്റ്റേഴ്സും വരുന്നത് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഫിസിക്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ 12th ഫിസിക്സിൽ പഠിക്കാൻ പ്രധാനമായിട്ടുള്ളത് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അതുപോലെ തന്നെ ഒപ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എവിടെയാ പഠിക്കുന്നത്? 10th പഠിക്കുന്നത് അല്ലെ? 10th ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഒപ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് 12th ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്നത്. ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ബേസ് അറിയാമെന്നുണ്ടെങ്കിൽ 10th പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും, അല്ലെങ്കിൽ 12th വരുന്ന ഓരോ ചാപ്റ്റേഴ്സും ഉണ്ടല്ലോ, അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കോൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. നമുക്കറിയാം, നിങ്ങൾക്ക് 12th വരുമ്പോൾ പ്രാക്ടിക്കൽ ഒക്കെ ഉള്ളതാണ്. അപ്പൊ പ്രാക്ടിക്കലിനൊക്കെ ഈ ബേസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഫിസിക്സിലെ ബേസ് ക്ലിയർ ആക്കിയിരിക്കണം. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഒപ്റ്റിക്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബേസും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിലെയും കൺസെപ്റ്റ് കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഈ 12th ഓരോ ചാപ്റ്റേഴ്സിനും ആവശ്യമായിട്ടുള്ള ബേസിന്റെ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 month കോഴ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം വീക്കിലി നിങ്ങൾക്ക് 3 days വെച്ചിട്ട് ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. കാരണം 12th വരുമ്പോൾ ഈ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ 12th ഓരോ ചാപ്റ്റേഴ്സും കണക്ട് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബേസിക്സ് അറിഞ്ഞിരിക്കണം. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്